അവൻ്റെ കൂടെയുള്ളവന്മാർ തന്നെ പണി കൊടുത്തിട്ട് നമ്മളെ വെറുതെ മെനക്കെടുത്താം. എന്തായാലും കാര്യങ്ങൾ തീർന്നില്ലേ? ഇവൻ്റെ ഒരു ഇൻഫർമേഷൻ മൈക്കിളെ ഇപ്പൊ വരാം. ശരി, മാറാ. വാടാ, ഇങ്ങോട്ട് ഇറങ്ങടാ. അങ്കിളെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അതെന്റെ ബിസിനസ് പാർട്ട്നേഴ്സാ. ഒന്നിങ്ങോ എവിടേക്കാണ് അത്ര ധൃതി? നിങ്ങൾ ഇവനെ പോലെ വല്ലവൻ്റെ കാശ് നക്കിയിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്? മര്യാദ സംസാരിക്കണം. ഞാൻ റിലേഷൻ ആണെന്ന് നോക്കുകയല്ല. നീ എന്ത് ചെയ്യണം? ആദ്യം നീ എന്നെ പറ്റിച്ച കാശെടുത്ത് ടേബിളിൽ വെക്കി, എന്നിട്ട് മതി നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ. മനസ്സിലാടാ? ഇടപാട് ഞാനും ആന്റിയും തമ്മിലാ. അതിന് നിങ്ങളൊന്നും ഇടപെടണ്ട. പള്ളിപ്പടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല മൈക്കിളെ, കുടുംബകാര്യ വിട്ടേക്ക്. ആ, ഇനി ഇടപാട് നമ്മളെ തമ്മില. കണക്ക് നീ പറയേണ്ടി വരും എന്നോട്. മനസ്സിലാടാ? എപ്പോ? എവിടെ വെച്ച്? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ? അല്ലല്ല, ഇത് ഞാൻ ചോദിക്കും. ഇതറിഞ്ഞിട്ട് ചോദിക്കായിരുന്ന എങ്ങനാ? ഞാൻ വിളിക്കാം. ടീച്ചറെ, ആ, നിനക്ക് പോവാറായില്ലേ? പോവാ. എനിക്ക് നാളെ ലീവ് വേണേ. ഇപ്പോഴല്ലേ നീ ലീവ് എടുത്തേ? പിന്നെന്താ? നാളെ കൊച്ചിന്റെ പേരൻസ് മീറ്റിംഗ് ഉണ്ടെന്ന്. പിന്നെ ശരി, ഞാൻ സാറിനോട് പറയണോ? വേണ്ട, സാറിനോട് ഞാൻ പറഞ്ഞോളാം. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇന്ന് പീറ്ററുമായിട്ട് വഴിയിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ജോബിച്ചായൻ പറഞ്ഞു. വേണ്ടി വന്നു. ആ പഴയ പ്രശ്നത്തിന്റെ പേരിലാണോ ഇപ്പോഴും നിങ്ങള്? അതങ്ങനെ പെട്ടെന്ന് തീരത്തില്ല. ഇവിടെ എന്നാ ശരിയാവാത്തോണ്ട് അവനെ UK വിടാനാ ജോബിച്ചന്റെ പ്ലാൻ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണോ നിങ്ങളുടെ UK പരിപാടി? അവൻ ഈ നാട് വിട്ട് പോണെങ്കി അത് ഞാൻ തീരുമാനിക്കണം. എന്തിനാണ് ഈ വാശിയും വൈരാഗ്യവും? എന്റെ ബ്രദറിന്റെ മോനാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ? നടക്കില്ല. നമ്മുടെ കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ? ഒച്ച ഓർക്കടി. ഓ, ആരെങ്കിലും എതിർത്ത് സംസാരിച്ച അവരുടെ വായടപ്പിക്കാൻ നിങ്ങൾക്ക് നല്ല മിടുക്ക. നിന്നോടല്ലേ ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ? ഇവിടെ ഒച്ച എടുക്കുന്നതാണല്ലോ വലിയ പ്രശ്നം. ഉള്ള ബന്ധുക്കളെയൊക്കെ വെറുപ്പിച്ച് കണ്ട തെമ്മാടികളെയും കൊലയാളികളൊക്കെ സഹായിക്കുന്ന നിങ്ങളെ പോലെ ഒരു മനുഷ്യനെ എന്തിനാ താഴേക്കാക്കിയത്? എന്റെ നേരെ ആവായിരുന്നില്ലേ? ഇത്രയും നാള് സഹിച്ചെന്റെ കൂലി ആവുമായിരുന്നല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞു ഒച്ച വെക്കരുത്. ഞാൻ ഇനി ഒച്ചത്തിലേ സംസാരിക്കൂ. എന്താന്ന് വെച്ചാൽ നിങ്ങള് കൂടുതൽ മുറ്റാലേറ്റി കൊന്നോളി. അറിയാം എനിക്ക് ഇങ്ങനൊരു ദിവസം വരുമെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിച്ചത്. ശബ്ദം പൊങ്ങ വെട്ടിക്കൂട്ടി കുഴിച്ചുപിടിഞ്ഞ് ടീച്ചറെ, ടീച്ചറെ, ടീച്ചറെ,
ടീച്ചറെ 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 നീ ഇന്ന് ലീവാന്ന് പറഞ്ഞിട്ട് ചേട്ടന് ലീവ് കിട്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ ടീച്ചർ അവളോട് ഇല്ല. എന്തായാലും നീ ലീവ് എടുത്തല്ലേ, പോയിട്ട് നാളോ. ടീച്ചറോട് പോയി. അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? നിന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ലേ? എന്തേ? ഒന്നുമില്ല. എന്റെ അച്ഛന് പണ്ടൊരു ലാമ്പി ഉണ്ടായിരുന്നു. പെട്രോൾ ഇല്ലാതെ 75 കിലോമീറ്റർ ഓടും. എന്തൊരു തള്ള സുരണ്ണ. ആ തള്ളില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ഇവന് പണിയെ അറിയത്തില്ല. ലീലേ എന്ത് പറ്റി? ലീലേ ഭാര്യയെ കൊന്നാണോ നിങ്ങൾ പറയുന്നത്? അയാളത് ചെയ്യും. ഞാൻ കണ്ടു എന്നറിഞ്ഞ സ്ഥിതിക്ക് അയാൾ എന്നെയും കൊല്ലും. അതെനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് ദുഷ്ടനാ അയാള്. വെറുതെ കരഞ്ഞ ആളെ കൂട്ടല്ലേ. സുരണ എന്താ വേണ്ടതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. സുരണ എന്താടാ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ എന്ന് ഒന്നാണ് വന്നു. എന്ത് അണ്ണ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? വേണ്ടാത്ത വള്ളി കേസുകളൊന്നും കയറി പിടിക്കല്ലേ. ഇത് കൊലക്കേസാണ്, അല്ല നിങ്ങളുടെ തള്ളു കേസല്ല. പിന്നെ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനാ? അതും സുര. അണ്ണ അത് റിസ്ക് ആണ്. നമുക്കല്ല പോലീസിനെ വിളിക്കാം. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാ വാടാ. ഇല്ലേ വിഷമിക്കണ്ട, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം കേടാ. വാടാ.